വാട്സ്ആപ്പ് യൂട്യൂബ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൊട്ടയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലാണ്. അതായത് നമ്മള് മാപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊല്ലംകോട് വരും. അത് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാട്. നീരോടി കഴിഞ്ഞ് വള്ളവള എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോ ഉള്ളത്. അപ്പോ ഇവിടുത്തെ കുറച്ച് കടലോര കാഴ്ചകൾ ഞങ്ങളിപ്പോ കാണിച്ചു തരാം. പണ്ട് മുതൽ ഈ സ്ഥലമൊക്കെ ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ വീടും കാര്യങ്ങളും ഇല്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു. ഇതിനപ്പുറം കുറെ ഒരു 500 മീറ്റർ വിട്ട് അപ്പുറത്താണ് കടല് തിരമാല ഇങ്ങനെ അടിച്ചോണ്ടിരുന്നത്. ഇപ്പം ദേ റോഡൊക്കെ പോയി കടല് കയറി ദേ ഇവിടെ ഫുള്ള് സീനായി. പിന്നെ രണ്ടാമത് തമിഴ്നാട് ഗവൺമെന്റ് ഇവിടെ റോഡ് ഇട്ടതാണ്. വീണ്ടും കടൽ ഇങ്ങനെ കയറി മീൻസ് മേലെ ഇങ്ങോട്ട് കയറി വന്നിട്ട് വീണ്ടും ആ റോഡൊക്കെ പോയി. പിന്നെ ഇവിടെ ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കാറൊന്നുമില്ല. ഈ സ്ഥലം ഇങ്ങനെ കിടക്കാണ്. ഇപ്പൊ പണ്ടത്തെ ചെക്കന്മാർ ഇവിടെ ഫുള്ള് വെള്ളടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മദ്യപാനം ഇവിടെ മെയിൻ സംഭവമായിരുന്നു. പിന്നെ ഇവിടെ നാട്ടുകാരൊക്കെ കൂടി ചേർന്നത് നിർത്തിച്ച്. ഇപ്പൊ ഇവിടെ പ്രശ്നമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ഒരു ഐഡിയ ഇല്ല. ഇവിടെ കണ്ടില്ലേ ഒരുപാട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഫുള്ള് തെങ്ങാണ് കേട്ടാ. കംപ്ലീറ്റ് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്തെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു തെങ്ങിലും കരിക്കുണ്ടാവില്ല. ഫുള്ള് ചെക്കന്മാര് വന്ന് ഇതുപോലെ കയറി പറിച്ച് കുടിക്കും. പക്ഷെ ശരിക്കും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും പിള്ളേര് ഇതുപോലെ പണിക്ക് പോയിട്ട് വരുന്ന ചെക്കന്മാരോ കളിച്ചിട്ട് വരുന്ന ചെക്കന്മാരോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലത്തെ കരിക്ക് എടുക്കും. സംഭവം ഈ തെങ്ങിലുള്ളതല്ല. അപ്പുറത്തെ ഉള്ളിൽ ഏതൊക്കെയോ തെങ്ങിന്ന് എടുത്ത് കരിക്ക് പൊട്ടിച്ച് കുടിച്ചിട്ട് ഇതേ കിടക്കുന്ന തോടുകളുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു റോഡ് ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു. ഇതുവഴി നമുക്ക് ശരിക്കും പറയാൻ പോവാണെങ്കിൽ നമ്മളൊരു ബീച്ച് റോഡാണ് ഇത്. ശരിക്കും നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം ബീച്ച് റോഡ് എടുത്ത് വരികയാണെങ്കിൽ സ്ട്രെയിറ്റ് നമുക്ക് ഇതേ അങ്ങറ്റം കാണുന്ന ഹാർബറാണ്. നിങ്ങൾക്ക് കാണുന്നതെന്ന് പറഞ്ഞോടാ. ഇത് ഞങ്ങൾ ഹാർബറിൽ വേറെ ഒരു ദിവസം കൊണ്ട് ആ ഹാർബർ ഫുള്ള് ഒരു എപ്പിസോഡ് കാണിച്ചു തരാം. ഇത് റോഡ് കിടന്നിരുന്ന സ്ഥലമാണ്. കടല് കയറി കംപ്ലീറ്റ് റോഡ് പോയിട്ട് ഇതേ കണ്ടില്ല. ഇപ്പൊ ഇതേ ഫുള്ള് കടപ്പുറമായിട്ട് കിടന്നു. കാണാൻ ഒരു മിനി ഗോവയെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് താഴെ ഇറങ്ങിയിട്ട് കുറച്ച് കാഴ്ചകൾ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. നമ്മുടെ കടലോര കാഴ്ചകൾ. ദൂരത്തുനിന്ന് വരുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് ക്രിസ്മസ് ആകുമ്പോൾ ഇവിടെ ഫുള്ള് ആൾക്കാരും തിരക്കും കാര്യങ്ങളായിരിക്കും. ക്രിസ്മസ് വേറെ ലെവലായിരിക്കും. നിങ്ങള് കാണുന്നവർ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുമെന്നറിയില്ല. പക്ഷെ ബീച്ചിൽ നിങ്ങൾ ഈ കടലോര പ്രദേശങ്ങളിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ ഞങ്ങൾ ആഘോഷിക്കുന്ന ക്രിസ്മസ് തന്നെ വേറെ ലെവലാണ്. കംപ്ലീറ്റ് ആൾക്കാരും നാട്ടിൽ നിന്ന് പോയ സകല ടീംസും നാട്ടിൽ തിരിച്ചു വന്നുകൊണ്ട് കംപ്ലീറ്റ് എല്ലാവരും കടലിൽ കുളിക്കണ്ടാവും ഇവിടെ. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. പക്ഷെ ഇപ്പൊ കടൽ കയറുന്നില്ല കംപ്ലീറ്റ്. കാര്യം ഇവിടെ ഈ പുലിമുട്ട് കല്ലുകളും കരിങ്കല്ലൊക്കെ കൊണ്ടിട്ടത് കൊണ്ട് ഏകദേശം കടലൊക്കെ പിടിച്ചു നിർത്തി. ഇതേ കാണുന്നത് പ്രെയർ സെന്റർ ആണ്. ആ ചെറിയൊരു ബിൽഡിംഗ് കാണുന്നില്ല, അതിനപ്പുറത്ത് കാണുന്നത് പ്രെയർ സെന്റർ ആണ്. ഇതുവഴി മാക്സിമം പോകുന്ന വണ്ടികളെന്ന് പറയുന്നത് ഈ പ്രെയർ സെന്റേഴ്സിൽ പോകുന്ന വണ്ടികളാണ്. പിന്നെ ഇവിടുത്തെ മെയിൻ കുഴപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രോയിലർ ചിക്കൻ വിൽക്കുന്നില്ല, ബ്രോയിലർ കോഴികൾ വിൽക്കുന്നവര് ഈ വേസ്റ്റുകൾ കൊണ്ടിട്ട് ഡംപ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് കംപ്ലീറ്റ് ഡംപ് ചെയ്തിട്ട് ഇവിടെ ആൾക്കാർ, പുറത്തുനിന്ന് ആൾക്കാർ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് ഫുള്ള് കയറിയിട്ട് നല്ല സ്മെല്ലായിരിക്കും. പക്ഷെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, നേരത്തെ പോലെ ഇല്ല. പിന്നെ മെയിൻ ആയിട്ട് പറയാൻ പോവാണെങ്കിൽ ഇപ്പൊ അത് ചിപ്പി സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നാട്ടിൽ ചിപ്പി എന്നൊക്കെ പറയും. പക്ഷെ നമ്മള് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. പിന്നെ കല്ലുമെക്ക എന്ന് പറയും, ഓരോരോ പേരുകളിൽ പറയും. ഇത് അതില് കല്ലിൽ പിടിച്ചിരിക്കുന്ന കാണില്ലേ ചെറിയ ചിപ്പികള്. ഇത് നിങ്ങൾക്കിപ്പം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക എന്തോന്ന് അറിഞ്ഞോടാ. ഇവിടെ ഒക്കെ വീടിരുന്ന സ്ഥലങ്ങളാണ് ഈ കടൽ കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ കുറെ ഉള്ളിലൊക്കെ ആയിരുന്നു. ഒരുപാട് ഉള്ളിൽ കിടന്നിരുന്ന കടലാണ് ഇപ്പൊ അതേ കയറിയിട്ട് കംപ്ലീറ്റ് ഇവിടെ കിടന്ന റോഡ്. ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് പോയി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് റോഡും കടലും ഉണ്ട്. ഇപ്പം ഇതേ വീടും ഇല്ല, ഒന്നുമില്ല. ഫുൾ കടലടിച്ചുകൊണ്ട് കിടക്കുന്നു. ഈ കടലിൽ നിന്ന് ശരിക്കും ഈ വന്ന് ഒതുങ്ങുന്ന ഞണ്ടുകളൊക്കെ ഇതുപോലെ ചെറിയ കുഴി തോണ്ടി അകത്തുണ്ടാവും. അപ്പോ നമ്മളെ നാട്ടിലെ ചെക്കന്മാര് ഈ കുഴിയിൽ നിന്നാണ് ഞണ്ടെടുക്കുന്നത്. എടുക്കളയാ ഞണ്ടെടുക്ക്. ഞണ്ടിപ്പോ ഇതിനകത്തുള്ള കാര്യം അറിയില്ല. അപ്പോ പറയുന്നത് ഞണ്ടുണ്ടെന്നാണ് പറയുന്നത്. നോക്കാം ഞണ്ടുണ്ടോ ഉണ്ടാവോ ഇല്ലയോ എന്ന്. നീ എടുക്ക്. കൊറേ ഉള്ളിലായിരിക്കും കേട്ടോ ഈ ഞണ്ടുള്ളത്. അപ്പോ ഇത് ഇവിടെ ഫുള്ള് കുഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞണ്ടില്ലെന്നാണ് അവൻ പറയുന്നത്. അപ്പോ ഇത് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്തത് ഞണ്ട് വന്ന് വലിയ ഞണ്ട്. കടലയാണ് ഞണ്ടുള്ളത്. എഡേ ഇതാണ് ഞണ്ട്. ഇത് ശരിക്കും ഈ കറി വെക്കാനുള്ള ഞണ്ടല്ല. ഇത്
ഇത് കറി വെക്കാനുള്ള ഞണ്ടല്ലല്ലോ? ഇല്ല ഇത് കുളിന്നുണ്ട്. ഇത് കുഴിനണ്ടാണ്. ഇത് കറി വെക്കാൻ ആരും എടുക്കില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഈ ബീച്ച് സൈഡ് ഇങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുന്ന ഞണ്ടാണ്. ഇവിടെ അല്ലേ ഞാൻ ഇവിടെ കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ഞണ്ടാണ്. പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊരു കടി വരും. പിന്നെ കടി കൊണ്ടാ നല്ല വേദനയായിരിക്കും. അവിടെ അളിയാ കടല് കടല് കടല്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചിപ്പി കല്ലുമെക്കായി, അതിന്റെ ചെറുത് ഞാൻ കാണിച്ചു തരാം. കല്ലിലൊട്ടി പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇത് വലുതായിട്ടാണ് നമ്മുടെ മാർക്കറ്റുകളിൽ ശരിക്കും ഇത് വിൽപ്പനയ്ക്ക് വരുന്നത്. ഇതാരും എടുക്കലില്ല. ഇതിനിപ്പോ കുറച്ചുകൂടി അല്ല, നല്ല പരിവാഹമുണ്ട്. ഇതിനിപ്പോ കുറച്ച് പരിവാഹ പോലും അതിനകത്തൊന്നും ഉണ്ടാവില്ല. വാ ഇതിപ്പോ ഞാൻ കാണിച്ചില്ല. അവിടെ നിന്ന് വീഡിയോ അധികം എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും പറയുമ്പോൾ ഇതൊക്കെ റോഡ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇതേ ആ കടല്, ആ കല്ലിനടുത്തൊക്കെ റോഡ് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കംപ്ലീറ്റ് റോഡും പോയി. ഇതേ പൊളിഞ്ഞു കിടക്കുന്ന റോഡ് കാണിച്ചു തരാം. പൊളിഞ്ഞു കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇവിടത്തെ ആൾക്കാർ, ഞങ്ങളുടെ ഈ നാട്ടിലെ ആൾക്കാർക്ക് നല്ലൊരു വിശ്വാസമുള്ള ഒരു സ്ഥലമാണ് സംഭവം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതുപോലെ നടന്നു കിട്ടും എന്നുള്ള ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഏകദേശം എപ്പോഴും ആൾക്കാരുണ്ടാവും. പിന്നെ ഇവിടെ മാസൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഉണ്ടോ എന്തോന്ന് അറിയില്ല. പിന്നെ ഇത് പൊളിഞ്ഞത് കൊണ്ട് ഇവിടെ പുതിയതായിട്ട് കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കുറെ നടക്കുന്നുണ്ട്. ഇത് റോഡ് കാണിച്ചു തരാം. പൊളിഞ്ഞു കിടക്കുന്ന റോഡ്. റോഡൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് പൊളിഞ്ഞ റോഡാണ്. ഈ റോഡ് ശരിക്കും പറയുമ്പോൾ അങ്ങറ്റം വരെ ഉണ്ടായിരുന്നു. ഇത് ഈ ബീച്ച് റോഡാണ്. കറക്റ്റ് ബീച്ച് റോഡാണ് ഇത്. ഈ റോഡ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുമ്പോ പൂവാർ പൊഴിയൂരിന്ന് സ്ട്രെയിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാർബറിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു റോഡായിരുന്നു. പിന്നെ ഈ റോഡൊക്കെ കംപ്ലീറ്റ് പൊളിഞ്ഞതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഫുള്ള് കറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇവിടുത്തെ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോഡ് ഇടാൻ പറ്റില്ല. കാര്യം എത്ര റോഡ് ഇട്ടാലും കടൽ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് കടൽ ഏതായാലും റോഡ് കൊണ്ടുപോകും. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അത് രണ്ടു വട്ടം എന്താ റോഡ് ഇട്ടെന്നാണ് തോന്നുന്നത്. 3 വട്ടം റോഡ് ഇട്ടില്ലേ? 3 വട്ടം റോഡ് ഇട്ടിട്ടും കടൽ കൊണ്ടുപോയ കാഴ്ചകളാണ് ഈ കാണുന്നത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞില്ലേ പ്രയർ സെന്റർ. ഇവിടെ എപ്പോഴും പ്രയർ ഉണ്ടാവും. പിന്നെ എന്തോ ഇപ്പോഴുണ്ടല്ലേ പ്രയർ സെന്റർ? ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് പ്രയർ സെന്റർ. ആൾക്കാരൊക്കെ ഇപ്പോഴും പോലുണ്ട്. പക്ഷെ വണ്ടികൾക്കൊന്നും ഈ റൂട്ട് വരാൻ പറ്റില്ല. ആദ്യം ഇതുവഴി 1 കിലോമീറ്റർ സ്ട്രെയിറ്റ് വരേണ്ട വണ്ടികളൊക്കെ ഇപ്പൊ വരുന്നത് 5 കിലോമീറ്റർ ഒക്കെ കംപ്ലീറ്റ് ചുറ്റിയിട്ടാണ് വരല്. അതിനകത്ത് കയറാൻ പറ്റില്ല. കാര്യം അതിനകത്ത് അനുവാദം ഇല്ലാണ്ട് കയറാനേ പറ്റില്ല. പിന്നെ ഈ കാണുന്നൊക്കെ ഗവൺമെന്റ് സ്ഥലങ്ങളല്ല കേട്ടോ. ഇതൊക്കെ ഓരോ ആൾക്കാരെ വസ്തുക്കളാണ് ഇതൊക്കെ വാങ്ങിയിട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കാനൊന്നും ആരും വരാത്തത് കൊണ്ട് ഈ കിടക്കുന്ന കട കണ്ടില്ലേ സ്ഥലങ്ങളൊക്കെ. ഈ സ്ഥലങ്ങളൊന്നും അധികം ആരും ഈ വീഡിയോസ് ഒന്നും എടുത്ത് കാണിക്കില്ല. കാര്യം അധികം ഞങ്ങളെ ഈ നാട്ടിലുള്ളവർക്കല്ലാണ്ട് പുറത്തുള്ള അധികം ആർക്കും ഈ സ്ഥലങ്ങളൊന്നും അറിയില്ല. പിന്നെ ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് മദ്യപാനമാണ്. പിന്നെ ഇവിടെ എല്ലാം നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പം കുഴപ്പമൊന്നുമില്ല.
വണ്ടികളൊന്നും പോകാത്തോണ്ട് ആൾക്കാരും കുറവാണ്. ഇതുവഴി നടന്നു പോകുന്നവരാരേലും ഒക്കെ ഉണ്ടാവും. കാരണം ഈ വഴി നടന്ന് സ്ട്രെയിറ്റ് എത്തേണ്ടതാണ്, നമുക്ക് ചുറ്റി കറങ്ങി പോകേണ്ട ഒരു സീനായതുകൊണ്ട് ആൾക്കാരൊക്കെ നടന്നു പോകലൊക്കെ ഇതുവഴിയാണ്. നടക്കാനൊക്കെ പറ്റും. പണ്ട് ഈ കോവിഡ് സമയത്ത് നടക്കാൻ പോലും പറ്റാത്ത ഓരോ വഴികളായിരുന്നു ഇതൊക്കെ. ഫുള്ള് വള്ളങ്ങളൊക്കെ ഒതുക്കിയിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് ഒതുക്കിയിരിക്കുന്നതാണ്. പിന്നെ കുറച്ചുപേര് പണിക്ക് പോയിട്ടുണ്ട്. ഇതിൽ കാണുമെന്നൊന്നും അറിയില്ല. അപ്പൊ ഞാൻ കറക്റ്റ് കാണാൻ കിട്ടുന്നുണ്ട്. ഞാൻ ഒരു ദിവസം ഹാർബറിൽ ചെല്ലാം. അടുത്ത എപ്പിസോഡ് ചിലപ്പോൾ ഹാർബറിലുള്ള വീഡിയോ ആയിരിക്കും. രാവിലെ ഹാർബറിൽ ചെന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ദൂരത്ത് കാണുന്നില്ല, അതാണ് ഹാർബർ ഏട്ടാ. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് കാണാൻ കുറച്ച് അടുത്തായിട്ടുള്ളത് പോലെ തോന്നും. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് പോകണമെങ്കിൽ തന്നെ ഏതായാലും ഒരു 10-12 കിലോമീറ്റർ ഉണ്ടാവും അവിടെ എത്തണമെങ്കിൽ. ഇവിടെ 2 പ്രയർ സെന്റർ ഉണ്ട്. ഇതൊന്ന്, പിന്നെ കുറച്ചുകൂടി തമിഴ്നാട് കുറച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ ചിന്നത്തറ എന്ന് പറയും, അവിടെ ഒരു പ്രയർ സെന്റർ ഉണ്ട്. ഇത് രണ്ടുമാണ് ഇവിടുത്തെ മെയിൻ പ്രയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ആൾക്കാരൊക്കെ ഒരുപാട് പ്രയറുള്ള ദിവസങ്ങൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം. ക്രിസ്മസ് എന്താണ്, ക്രിസ്മസ് എങ്ങനെയാണ് ഈ ബീച്ച് സൈഡിലുള്ള ആൾക്കാർ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചെക്കന്മാര് മദ്യപിച്ചുകൊണ്ട് ചെറിയ തല്ലൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ഇവിടെ കോമൺ ആണ്, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ ഈ ബീച്ച് സൈഡ് ഞാൻ വേറൊരു ഇത് കാണിച്ചു തരാം. നമ്മുടെ കേരളത്ത് അധികം അറിയപ്പെടാത്ത ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എല്ലാവരും വിസിറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എല്ലാവരും വിസിറ്റ് ചെയ്ത് തീർക്കുന്നത് തിരുവനന്തപുരം ജില്ലയിനകത്ത് ബീച്ച് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് വിസിറ്റ് ചെയ്യുന്നത്. നമ്മള് ഇപ്പോ വേറൊരു പ്ലേസ് ഞങ്ങൾ കാണിച്ചു തരാം, അതായത് ഞങ്ങ നാട് തന്നെ. അപ്പോൾ തിരുവനന്തപുരത്ത് ബെസ്റ്റ് ബീച്ച് ഏതൊക്കെയാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് കാണിക്കുന്നത് 2 പ്ലേസ് ആയിരിക്കും. ഒന്ന് വർക്കല, പിന്നെ കോവളം. പിന്നെ ഇത് കൂടാണ്ട് വേറെയും ഒരു സ്ഥലമുണ്ട്, പൂവാറും പൊഴിക്കര. ഇപ്പോൾ മാപ്പിൽ തന്നെ സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മാപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എലിഫന്റ് റോക്ക്. പിന്നെ ഗോൾഡൻ സാൻഡ് ബീച്ച് എന്ന് പറയുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഇവിടുത്തെ മണ്ണ് കാണാനായിട്ട് കറക്റ്റ് ഗോൾഡൻ കളറിലുണ്ടാവും. മാപ്പിൽ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ആ ക്രിസ്മസിന്റെ ഒരു വീഡിയോ ഏതായാലും ഞാൻ ഇട്ട് തരാം യൂട്യൂബിൽ, നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് അവിടുത്തെ സെലിബ്രേഷൻ, എങ്ങനെയാണ് ഞങ്ങള്. അത് ശരിക്കും പറയാൻ പറ്റാത്തൊരു ഫീലാണ്. എല്ലാവരും ഒരൊറ്റ ദിവസത്തിന് വേണ്ടി എല്ലാവരും നാട്ടിൽ വന്ന് പിന്നെ ആ ഒരു സന്തോഷം ഇങ്ങനെ മാറി മാറി പങ്കുവെച്ച് ഫുൾ അടിപൊളിയായിരിക്കും. അത് പറയാനായിട്ടൊന്നുമില്ല. ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് എത്തുമ്പോഴേക്കും കാണിച്ചു തരാം. ഹലോ എന്നിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബുകളിലും കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ ഏകദേശം സെലിബ്രേഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ നാട്ടിലുള്ള ഓരോ ചെക്കന്മാരും ഓരോ കോസ്റ്റ്യൂംസിൽ വരുന്നുണ്ടാവും. കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും അതൊക്കെ. ഏതായാലും നിങ്ങളൊന്ന് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പോകുന്നവര് ഇങ്ങോട്ടേക്കൊക്കെ ഒന്ന് വന്ന് ഏതായാലും ചില്ല് ചെയ്തിട്ട് പോവുക. കാരണം ഇനി ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ പറ്റാത്ത ഒരു ഫീല് തന്നെയാണ് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ കുരിശടിയുടെ പണി നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരുപാട് ആൾക്കാർ, വിശ്വാസികൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ്. പിന്നെ ഇവിടെ അധികാരി ശല്യം ചെയ്യാനൊന്നും വരില്ല, എപ്പോഴും ആൾക്കാരുണ്ടാവും. മെയിനായിട്ട് പണ്ട് മുതലേ തന്നെ കടൽ പണിക്ക് പോകുന്നതിനും ഏകദേശം ആൾക്കാർ ഇവിടെ കയറിയിട്ടേ പോകലുള്ളൂ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളിപ്പോ ശരിക്കും സ്റ്റാർട്ട് ചെയ്ത ഒരു പുതിയ ചാനലാണ്. ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാം. മെയിനായിട്ട് ബീച്ചിലെ കാഴ്ചകൾ. ഒരുപാട് പേര് കുന്നു കയറുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. മലയും കുന്നും കാഴ്ചകൾ കണ്ട് നടക്കുന്നത്. പിന്നെ അല്ലാണ്ട് ബീച്ച് കാണാനായിട്ട് വരുന്നവർക്ക് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരുപാട് കാഴ്ചകൾ ഇതുപോലെ കാണിച്ചു തരാം. ആ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ സ്ഥലം ശരിക്കും ഒരു ഹിഡൻ ജെം എന്ന് തന്നെ പറയാം. കണ്ടില്ല ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. ഇവിടെ അധികം ആൾക്കാരും അതായത് പുറത്തുനിന്നൊന്നും ആൾക്കാർ വരാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്രയെങ്കിലും വൃത്തിയായി കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും കാര്യങ്ങളും കൊണ്ട് പണ്ടേ നിറഞ്ഞേന്. ഇത്രയ്ക്ക് വൃത്തിയുള്ള ഒരു ബീച്ചിനെ വേറെ ഒരു സ്ഥലത്ത് കാണാൻ കിട്ടില്ല. കാരണം നമ്മളിപ്പോ വർക്കരയിൽ ചെല്ലുമ്പോൾ തന്നെ, വർക്കലയും കോവളത്ത്, ഞാൻ പറഞ്ഞ പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യത്തിന് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ആൾക്കാർ അധികം ഇല്ലാത്തത് കൊണ്ട് ബീച്ച് തന്നെ കംപ്ലീറ്റ് വൃത്തിയായി കിടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഫുള്ള് വെള്ളാടിയൊക്കെ ഉണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നത്. ആ സമയം ഇവിടെ എപ്പോ വന്നാലും, ഏത് സമയം വന്നാലും ഇവിടെ ഫുള്ള് ആൾക്കാർ ഇങ്ങനെ
മദ്യപിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഒരാള് പോലും ഇല്ലാണ്ട് ഫുള്ള് നീറ്റായിട്ട് എടുക്കുന്ന ഒരൊറ്റ ഒരാൾ പോലും ഇല്ല മദ്യപിക്കാനായിട്ട്. കാര്യം ഇവിടുത്തെ നാട്ടുകാർ കംപ്ലീറ്റ് വിലക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആരും മദ്യപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം വലിയ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇപ്പോഴത്തെ തലമുറ കൊച്ചു ചെക്കന്മാര് 18 വയസ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ മദ്യമൊക്കെ എടുത്തു വന്ന് ഇവിടെ സ്കൂളിലും കോളേജിലൊക്കെ പോകാണ്ട് തന്നെ വന്നിരുന്ന് ഫുള്ള് വെള്ളമടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇപ്പത്തെ ആൾക്കാർ കണ്ട് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഇതിനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഫുള്ള് എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് മദ്യപാനത്തിനെതിരെ ഒരുപാട് ഞങ്ങളുടെ നാട്ടിലും അതുപോലെയാണ്. മദ്യപാനത്തിനെതിരെ ഒരുപാട് ആൾക്കാർ, അമ്മമാരൊക്കെ രാത്രി ഒന്നും ഉറങ്ങാണ്ടൊക്കെ ഇരുന്നുകൊണ്ട് ഇനി ഇവിടെ ഒരു മദ്യപാനം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ തന്നെ അവര് ഉറച്ചൊരു നിലയിൽ നിന്നുകൊണ്ട് എല്ലാവരും രാത്രി ഉറങ്ങാണ്ട് അവിടെ ക്യാമ്പ് കിടക്കുന്നുണ്ട്. ആരെയും അനുവദിക്കുന്നില്ല അങ്ങോട്ട് ചെല്ലാനായിട്ട്. കാര്യം ഒരുപാട് ഫ്രീഡം കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കുറച്ച് ആ ഫ്രീഡം കൊടുക്കുമ്പം അത് ഉപയോഗിക്കാൻ അറിയാത്തതാണ് ഇപ്പോഴത്തെ പിള്ളേര്. മദ്യപിക്കുന്നതോട് മാത്രമല്ല അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ്, തല്ലും കാര്യങ്ങളും ഒക്കെ. പിന്നെ ഇവിടെ ആദ്യം മീൻ പിടിക്കുന്ന മെയിൻ സ്പോട്ടുകളാണ് ഇതൊക്കെ. ഈ മടിവളയ്ക്കോ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മെയിൻ സ്പോട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ കടൽ കയറി കല്ലിട്ടത് കൊണ്ട് പിന്നെ മടിവിളയ്ക്കാനൊന്നും പറ്റാത്ത രീതിയായി. പിന്നെ ഇവിടെ കിട്ടുന്നത് പോലെ ഫ്രഷ് മീന് എല്ലാവർക്കും അറിയാം വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല എന്ന്. കാര്യം മാർക്കറ്റിൽ വിൽക്കുന്ന മീന് ഫ്രഷ് എന്ന് പറഞ്ഞാലും ഇവിടത്തെ കിട്ടുന്നതിന്റെ അത്ര ഫ്രഷ് ഒരു സ്ഥലത്തും കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഞാന് ഇവിടെ എത്തേണ്ടത് എങ്ങനെയാന്നുള്ളത് ഞാന് പറഞ്ഞുതരാം. നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെങ്കിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര അതുവഴി വരാൻ പറ്റും. തിരുവനന്തപുരം കോവളം വിഴിഞ്ഞത്ത് നേരെ വന്നാൽ പൂവാറിന്ന് നേരെ സ്ട്രെയിറ്റ് എടുത്ത് വരികയാണെങ്കിൽ തന്നെ നമുക്ക് പൊഴിയൂരെത്താൻ പറ്റും. പൊഴിയൂരാണ് ഞാൻ പറഞ്ഞ പൊഴിക്കര ഉള്ളത്. പിന്നെ പൂവാറും ഉണ്ട്, പൂവാറ് അപ്പുറത്തെ സൈഡാണ്. പിന്നെ പൊഴിക്കരയിലെ മെയിൻ പ്രത്യേകത വേറൊരെണ്ണമുണ്ട്, നമുക്ക് പൊഴി മുറിച്ചു വിടുന്ന കാഴ്ചകൾ കാണാൻ പറ്റും. വെള്ളം കയറി പുഴയിൽ നിറയുമ്പം ആറ് നിറയുമ്പോഴേക്കും പൊഴിക്കരയിൽ നിന്ന് പൊഴി വെട്ടി മുറിച്ചു വിടും. പൊഴി ആ വെള്ളം നേരെ കടലിൽ ചെന്ന് കയറുന്നത്. പിന്നെ മെയിനായിട്ട് ഇപ്പൊ സമയം ഉച്ചക്ക് 2:30 ആയതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാത്തത്. ഇല്ലെങ്കിൽ ഇത് കടൽ പണിക്ക് പോയിട്ട് വരുന്ന ചേട്ടന്മാരൊക്കെ ഇവിടെ കാറ്റ് കൊള്ളാനൊക്കെ വരും. പിന്നെ വലയൊക്കെ എടുത്ത് പൊട്ടിയ വലയൊക്കെ എടുത്ത് ഇവിടെ നിന്നായിരിക്കും അതിനെ റെഡിയാക്കല്. ആ കല്ല് കണ്ടില്ലേ, കല്ലിന് മേലേക്ക് ഒരുപാട് വലിയ ചേട്ടന്മാർ വന്ന് കാറ്റ് കൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൈകിട്ട് ഒരു 6-7 മണി വരെ. ഇവിടുത്തെ സൺസെറ്റ് കാണാൻ വൻ രസമാണ് ഇവിടെ കാണാനായിട്ട്. ഇവിടെ ശരിക്കും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഞങ്ങളിത് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആ ഒരു അനുഭവം ഉണ്ടാവും. പുതിയതായിട്ട് ഒരാൾ വരികയാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വഴി പറഞ്ഞുതരാം. പൊഴിയൂരെത്തിയിട്ട് പൊഴിയൂരിൽ നിന്ന് അവിടുന്ന് ഒറ്റ റോഡാണ്, സ്ട്രെയിറ്റ് തമിഴ്നാട് ബോർഡർ കടക്കുകയാണെങ്കിൽ ഇവിടെ എത്താൻ പറ്റും നമുക്ക്. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിന്ന് തിരിക്കാം. അപ്പോൾ നമ്മള് വരുന്ന വഴി ഏകദേശം കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി തിരിച്ചു പോകുന്നതായിരിക്കും. വരുന്ന വഴി ഷൂട്ട് ചെയ്യാൻ പറ്റും. പോവാ നമുക്കപ്പോ ഇന്ന് ഇവിടെ നിന്ന് തിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഹാർബറിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒറ്റ റോഡ് പോയാൽ മതിയായിരുന്നു. പിന്നെ ഇപ്പൊ ഈ റോഡ് ഇല്ലാത്തതുകൊണ്ട് കറങ്ങിയിട്ടൊക്കെയാണ് പോകേണ്ടത്. ഞങ്ങള് സെപ്പറേറ്റ് വേറൊരു വീഡിയോ തന്നെ കാണിച്ചു തരാം. പോട്ടല്ലേ. സംസാരിക്കണ്ട. ഇത് മൂന്നാമത് ഈ ഒരു വഴി, നാലാമതിട്ടില്ലേ ഇത്? അത് പോയി നാലാമത്തെ തവണ ഇതിട്ട റോഡാണ് ഇങ്ങനെയെങ്കിലും കിടക്കുന്നത്. ഇതിനു മുമ്പ് ഇതുപോലും ഇല്ലായിരുന്നു. കടപ്പുറം മണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല. കണ്ട് ശരിക്കും ഈ സ്ഥലം വളരെ ഏർപ്പാടാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇത് കറങ്ങിയിട്ടാണ് വന്നത്. വേറൊരു കണ്ടന്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും ഈ കണ്ടന്റ് ചെയ്യാൻ തോന്നിയത്. ചുമ്മാ വെറുതെ ഒരു ഫാമിലി കാണിക്കണം. ആ ഫാമിലി അവിടെ ഒരു ഫാമിലിയൊക്കെ നൈസിലൊന്ന് കുടിക്കുന്നത്.
പറഞ്ഞ കാണിക്കാൻ പറ്റില്ല അത്. ഇത് പണ്ടത്തെ ഒരു ഐസ് കമ്പനിയാണ്. ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ ഉണ്ടാണോ അല്ലയോ? ഇല്ല ഇല്ല. ഇവിടെ ഇതിപ്പോ ഇല്ല. ഇത് ഫുള്ള് കംപ്ലീറ്റ് അടച്ചു. ഇതാണ് ഇവിടുത്തെ റോഡിന്റെ ഒരു അവസ്ഥ. ഞാൻ അറിഞ്ഞില്ലേ, ഐസ് കമ്പനി ഇതൊക്കെ പൂട്ടിപ്പോയി. ഒരുപാട് കാലങ്ങൾ പ്രവർത്തിച്ച കമ്പനികളൊക്കെയാണ്. ഇവിടുത്തെ ഈ റോഡും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ പൂട്ടിപ്പോയി. ഇതും ഒരു ഐസ് കമ്പനിയാണ് കേട്ടോ. പക്ഷെ ഇതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പണ്ട് ഇത് വെള്ളം ശരിയാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളില്ലേ ഇതൊക്കെ. ഇപ്പൊ ഇവിടെ ഒന്നും വെള്ളങ്ങളൊന്നും ശരിയാക്കാൻ എന്തേ കണ്ടില്ലേ, ഫാമിലീസ് ഒക്കെ വന്ന് നിന്ന് അവരെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ വരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മണ്ട കാണിക്കടാ. നമ്മളിപ്പോ ഉള്ളതെന്ന് പറയുന്നത്, നേരത്തെ വന്നത് എടപ്പാടാണ്. ഇത് വള്ളവളയാണ്. വള്ളവള കഴിഞ്ഞിട്ടാണ് എടപ്പാട്. ഇതിവിടത്തെ ഒരു ഓഡിറ്റോറിയം ആണ്. Hey pretty baby, am I in your way? Cause you walked out so fast yesterday. No, I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you want it. Tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you. I just wanna be with you, yeah. I just wanna be with you, yeah, I just wanna be with you. I just wanna be with you, I just wanna be with you, yeah. I just wanna be with you, yeah, I just wanna be with you. I just wanna dance all night, forget my problems, I might go insane. I don't really give a damn what they say. And now you know it. Hey little lady, said you feel the same, but I don't believe a word you say. Cause I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you want it. Tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you, I just wanna be with you, yeah. I just wanna be with you, yeah, I just wanna be with you. I just wanna be with you, I just wanna be with you, yeah. I just wanna be with you, yeah, I just wanna be with you. നമ്മളിപ്പോ ശരിക്കുള്ളത് കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. ഇതാണ് നീരോടി എന്ന് പറയുന്ന സ്ഥലം. നീരോടി ഇവിടെയാണ് പെരുന്നാൾ നടക്കുന്നത്. മെയിൻ ഫെസ്റ്റിവൽ ഇപ്പൊ ഇവിടെയാണുള്ളത്. I just wanna dance all night, forget my problems, I might go insane. I don't really give a damn what they say. And now you know it. I feel like you're lying, trying to be real, but you seem so fake. I'm so over trying to move on, but you're in my way. I'm so over trying to move on, but you're in my way. I just wanna be with you, I just wanna be with you, yeah. I just wanna be with you, yeah, I just wanna be with you. I just wanna be with you, I just wanna be with you, yeah. ഇതാണ് കേരള തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിതിപ്പോ കേരളത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് കേരള തമിഴ്നാട് ശരിക്കുള്ള അതിർത്തി. ലാസ്റ്റ് ബോർഡർ ഇതാണ്.
നമ്മളിപ്പോ കേരളത്തോട്ട് എത്തിയിട്ടുണ്ട്. I just wanna be with you, yeah, I just wanna be with you. I just wanna dance all night, forget my problems, I might go insane. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ. റോഡ് പോയതിനു ശേഷം ഒരിക്കൽ റോഡ് ഇട്ട് പിന്നീട് റോഡ് ഇതുവരെ ഇട്ടിട്ടില്ല. ആ റോഡ് ഇട്ടത് പോലും കറക്റ്റ് ഇടാണ്ട് പകുതിയിൽ വെച്ച് നിർത്തിയത് പോലെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് റോഡ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കംപ്ലീറ്റ് കൊണ്ടുപോയതാണ്. ഇവിടെ റോഡ് ഇടാം, പക്ഷെ ഇതുവരെ അതിന്റെ ഒരൊറ്റ സ്റ്റെപ്പ് പോലും ഇതുവരെ എടുത്തിട്ടില്ല. റോഡ് പോയതിനു ശേഷം ഇതുവഴി ഒരുപാട് വണ്ടികളും കാര്യങ്ങളും പോകുന്നതാണ്. ഇത് റോഡ് കിടക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, കംപ്ലീറ്റ് വീടുകളും പോയതാണ്. I don't really give a damn what they say, and now you know it. I just wanna be